47-ാം റാങ്ക് ലഭിച്ച നന്ദനയുണ്ട് കൊല്ലത്തുനിന്ന് രാഹുൽ ജീനാഥ്. രാഹുലിനൊപ്പം നന്ദനയാണുള്ളത്. 47-ാമത്തെ റാങ്കാണ് നന്ദനയ്ക്കുള്ളത്. രാഹുൽ, നന്ദനയോടും നമ്മുടെ അഭിനന്ദനം അറിയിക്കുക. വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 വർഷമായിട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ റാങ്കിലെത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും എഫേർട്ടും അക്നോളജ് ചെയ്യുന്നു. ഈ എവിടെയാണ് നാട്? ഇവിടെ ഈ ഒരു ക്ലാസ്സിന് എത്തിയിട്ട് എത്ര നാളായി? ആ വിശേഷങ്ങളൊക്കെയാണ്. എൻ്റെ നാട് വൈക്കലാണ്, കൊട്ടാരക്കര അടുത്താണ്. ഞാൻ 3 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ 2022-ലാണ് മാർവാനീസ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം ഇവിടെ 2022 തന്നെ ഇവിടുത്തെ മെയ് ബാച്ചിൽ, ഫോർച്യൂണിൻ്റെ മെയ് ബാച്ചിലാണ് പഠിച്ചത്. അതിനുശേഷം ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുത്തെങ്കിലും അന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഇതെൻ്റെ 2ാമത്തെ അറ്റംപ്റ്റാണ്. ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ അവിടെ തന്നെയാണ് സ്കൂളിംഗ് എല്ലാം ചെയ്തത്. 10ാം ക്ലാസ് വരെ വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. +2 കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം മാർവാനീസ് കോളേജിൽ നിന്ന് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ 2022 പാസ് ഔട്ടായി. കോളേജ് വിദ്യാഭ്യാസം മാർവാനീസിലായിരുന്നു. അതെ, തിരുവനന്തപുരവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതെ. ഞാൻ 12ാം ക്ലാസ്സിന് ശേഷം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്താണ്. ഈ അക്കാഡമിയിൽ പഠിക്കാൻ എത്തിയിട്ട് എത്ര കാലമായി? ഞാൻ ഇവിടുത്തെ ഫുൾ ടൈം ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ. 2020 ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ കോളേജ് ഗോയിങ് ബാച്ചിൽ പഠിച്ചിട്ടുണ്ട്. അന്ന് ഒരു ഫൗണ്ടേഷൻ കിട്ടിയിരുന്നു. അതിനുശേഷം 2022 മുതലാണ് ഫുൾ ടൈം ആയിട്ട് ഇവിടെ PCM ബാച്ചിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വിളിച്ചിരുന്നു, സന്തോഷം പങ്കുവച്ചു? അതെ, തീർച്ചയായിട്ടും അവർ വിളിച്ചിരുന്നു. എൻ്റെ പേരൻസ് 2 ടീച്ചേഴ്സാണ്. അച്ഛൻ്റെ പേര് ഗിരീഷ്, അമ്മയുടെ പേര് പ്രഭ. 2 ഹൈസ്കൂൾ ടീച്ചേഴ്സാണ്. ഒരു ബ്രദറുണ്ട്. എല്ലാവർക്കും സന്തോഷം. ഞാൻ ഇവിടെ ആദ്യം PCM ബാച്ചിൽ ക്ലാസ്സസ് എടുത്തിരുന്നു. ആ സമയത്ത് ക്ലാസ് നോട്ട്സും ഒക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് ക്വസ്റ്റ്യൻസ് ചെയ്ത്, പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് പോയിരുന്നത്. അങ്ങനെ കുട്ടിക്കാലം മുതലുള്ള ഒരാഗ്രഹമായിരുന്നില്ല. ചെറുപ്പത്തിലിങ്ങനെ ഇതുപോലെ ടോപ്പേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് ഈ എക്സാം എന്ന്. പിന്നീട് കോളേജിലേക്ക് എത്തുമ്പോഴാണ്, കോളേജിൽ കുറേ ആൾക്കാർ ക്ലിയർ ചെയ്ത് കാണുമ്പോഴൊക്കെയാണ് ഇത് എനിക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ന് തോന്നുന്നതും പിന്നീട് പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. പഠന സമയം എക്സാമിൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് പോയിരുന്നത്. സാധാരണ ഇതൊരു ലോങ് പ്രിപ്പറേഷനാണ്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ 8 to 10 മണിക്കൂർ പഠിക്കുമായിരുന്നു. പിന്നീട് എക്സാം അടുക്കുമ്പോൾ ഏകദേശം 12 മണിക്കൂർ വരെയൊക്കെ പോകുമായിരുന്നു. അങ്ങനൊരു പ്രത്യേക റോൾ മോഡൽ പറയാനില്ല, പക്ഷേ കുറേ ആൾക്കാരുടെ ആക്ടിവിറ്റീസൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലഡിൻ്റെ നമ്മുടെ കേരള ഫ്ലഡിൻ്റെ സമയത്തുള്ള വാസുകി മാം പോലെയുള്ള IAS ഓഫീസേഴ്സിൻ്റെ ആക്ടിവിറ്റീസും, പിന്നെ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് അന്നത്തെ കളക്ടറായിരുന്നു കാർത്തികേയൻ സാറ് കുറേ രീതിയിലൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ വന്നും കുറേ ആക്ടിവിറ്റീസും ഒക്കെ. അങ്ങനെ കുറേ സിവിൽ സർവൻസ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പെൺകുട്ടികളും മുന്നിലേക്ക് വരുന്നതിലും ഈ എക്സാം എഴുതാൻ വരുന്നതിലും ഒക്കെ വലിയ സന്തോഷം. ഈ മെയിൻസിന് മലയാളം അല്ലേ പ്രധാനമായിട്ട്? അതെ, എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. ഞാൻ സരിത മാമിൻ്റെ അടുത്താണ് പഠിച്ചത്. സരിത മാം, മാഷ്വേൽ സാർ, ജാലകം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് ആണെങ്കിലും ആൻസേഴ്സ് നോക്കി തരുന്നതും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ടീച്ചറിൻ്റെയും സാറിൻ്റെ അടുത്തുനിന്നും ഉണ്ടായിരുന്നു.